ഹലോ, നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. എനിക്ക് പറയാനുള്ള ഇത് RSS തലവൻ പറഞ്ഞതിന് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കാത്ത. ഹലോ, എന്നാൽ താങ്കൾ മനസ്സിലാക്കിയതുപോലെ പറഞ്ഞോളൂ. നിങ്ങൾ പറഞ്ഞ മാതിരി അല്ല RSSന്റെ തലവൻ പറഞ്ഞു. യുവാക്കള് നല്ല ആളുകളാണ്, നല്ല അവിടെ സമരം ചെയ്ത് ഉണ്ടാക്കിയാൽ അല്ല അയാൾ ഉദ്ദേശിച്ചത്. അയാൾ ഉദ്ദേശിച്ചത് എന്താ വെച്ചാല് ഇതാണ്, യുവാക്കൾ മുഴുവനും ആകാത്ത ആളാണെന്ന് ഞങ്ങൾ ഒരാളും അല്ല. RSSൽ ഏറ്റവും കൂടുതലുള്ള യുവാക്കളാണ്. RSS എന്ന് പറഞ്ഞാൽ തന്നെ യുവാക്കളെ സംഘടനയാണ്. പിന്നെ എങ്ങനെ അയാൾ യുവാക്കളെ എതിര് പറയുക? പിന്നെ നിങ്ങൾ ആ കണ്ണുകൂടി അത് സമരക്കാരേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നേരെയാക്കുകയാണ്. അയാൾ ഒരിക്കലും അങ്ങനെ പറയില്ല. എന്താ വെച്ചാൽ RSSൽ ഏറ്റവും കൂടുതലുള്ള യുവാക്കളാണ്. അത് മനസ്സിലാക്കണ്ടേ നിങ്ങൾ ആദ്യം. അല്ലാതെ അവിടെ സമരം ചെയ്ത കുറെ തീവ്രവാദികളും കുറെ ഇടതുപക്ഷ ഓലക്ക് അവിടെ സമരം ചെയ്തതിൽ ഒരു 70% തീവ്രവാദ സ്വഭാവമുള്ളവരാണ്. ഒരു 30% നിരപരാധികളായിട്ടുള്ളതിൽ അതിൻ്റെ അകത്ത് ആകർഷകരായി വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഫുൾ ആളുകളും അവിടെ നല്ല ക്ലിയർ ആണെന്നല്ല. ശ്രീ വിജയൻ, ഞാൻ കാര്യം ചോദിക്കട്ടെ, അവിടെ സമരം ചെയ്തതിൽ 70% തീവ്രവാദികളാണെന്ന് താങ്കളുടെ എന്ത് തെളിവുള്ള? അവരുടെ കളി കണ്ടാൽ അറിയില്ല. എന്ത് കണ്ടാൽ ആളെ മൂത്ത് തീവ്രവാദി സംശയം മൂത്ത് എഴുതി വെച്ചിട്ടുണ്ടോ തീവ്രവാദിയാണ്? ഒരു രാജ്യത്തിനനുസരിച്ചുള്ള ഒരു പ്രക്ഷോഭമാണ് അവിടെ നടത്തുന്നത്. പിന്നെ ഈ രാജ്യത്തിനനുസരിച്ചുള്ള പ്രക്ഷോഭമല്ലേ നടന്നത്? ശ്രീ വിജയൻ, താങ്കൾ എങ്ങനെയാണ് തീരുമാനിച്ചു? ഒരു സംശയം, താങ്കൾ എങ്ങനെ തീരുമാനിച്ചു അവിടെ സമരം ചെയ്ത ഇന്ത്യയിലെ ചെറുപ്പക്കാർ അവരുടേതാണ് ഈ രാജ്യം, അവരാണ് നാളെ ഈ രാജ്യത്തെ നയിക്കേണ്ടത്? അവർ നയിക്കേണ്ട രാജ്യത്തെ, അവരുടെ സ്വന്തം രാജ്യത്തെ അവർ തീവ്രവാദികളെന്ന് താങ്കൾക്ക് എങ്ങനെയാണ് വിളിക്കാൻ കഴിയുക? എന്ത് സ്വഭാവം? അക്രമാസക്തമായ യുവാക്കൾ സമരം ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിനിടയിൽ അക്രമമൊക്കെ ഉണ്ടായിരിക്കും. അത് പോലീസുകാരെ തല കച്ചു പൊട്ടിക്കുക. പോലീസുകാർ കുട്ടികളോട് ചെയ്തത് അത്രയൊന്നും അല്ലല്ലോ, വലിയ നല്ല രീതിയിലാണല്ലോ ചെയ്തത്. ഒരു പക്വതയോടുകൂടിയുള്ള സമരമല്ലേ വേണ്ടത്, അല്ലാതെ പോലീസുകാരെ അത് അവർ തീരുമാനിച്ചോളും എങ്ങനെയാണ് പക്വതയോടുകൂടി സമരം ചെയ്യേണ്ടത്. അവർ പക്വതയോടുകൂടി തന്നെയാണ് സമരം ചെയ്തത്, അതുകൊണ്ടാണ് അവർക്ക് മുന്നിൽ വഴങ്ങേണ്ടി വന്നത്. തിരിച്ച് ക്രമസമാധാനം പാലിക്കുന്നവർക്ക് വേറൊരു പിന്നീട് അവസാനം മന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്നു. രാജിവെക്കാറുണ്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ധർമ്മേന്ദ്ര പ്രധാൻ പോയാൽ വേറൊരു ധർമ്മേന്ദ്ര പ്രധാൻ വരാനുണ്ട്. അതൊന്നും ഒരു പ്രശ്നമില്ല. ഒരു ധർമ്മേന്ദ്ര പ്രധാൻ. ശരി, എന്നാലും താങ്കള് ഒരു കാര്യം എപ്പോഴും ഓർത്തിരിക്കുന്ന എന്നാണ്, ചെറുപ്പക്കാർ അവരാണ് ഈ രാജ്യത്തിന്റെ ഭാവി. അവരെ നോക്കി തീവ്രവാദി എന്നൊന്നും വിളിച്ച് അവരെ വരട്ടാമെന്ന് താങ്കൾ വിചാരിക്കരുത്. ഇതിലും വലിയ ആളുകളൊക്കെ തീവ്രവാദി എന്ന് വിളിച്ച് വരട്ടാൻ നോക്കിയിട്ട് അവരൊന്നും വരണ്ടില്ല. മണ്ഡൽ കമ്മീഷൻ വിദ്യാർത്ഥികൾ നടത്തിയ സമരം മണ്ണെണ്ണ ചോദിച്ച എത്ര വിദ്യാർത്ഥികൾ അന്ന് മണ്ഡൽ കമ്മീഷനെതിരെ സമരം നയിച്ച ആരായിരുന്നൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഏത് രാഷ്ട്രീയ ധാരയിൽപ്പെട്ടവരായിരുന്നു മണ്ഡൽ കമ്മീഷനെതിരെ സമരം നയിച്ചതൊക്കെ നല്ല ഓർമ്മയുണ്ടല്ലോ. രാഷ്ട്രീയ പാർട്ടി ആയില്ലേ? അപ്പൊ രാഷ്ട്രീയ പാർട്ടി ഇത് നിഷ്പക്ഷ വിദ്യാർത്ഥികളും അത് രാഷ്ട്രീയ പാർട്ടിന്റെ വിദ്യാർത്ഥികളും. അതാണ് നിങ്ങളാണ് കണ്ണട മാറ്റേണ്ടത്. ശരി, ഓക്കെ. എന്തായാലും മണ്ഡൽ കമ്മീഷനെതിരെ സമരം നടത്തിയ എൻ്റെ രാഷ്ട്രീയ ധാര ആരായിരുന്നു എന്നൊക്കെ ഇന്ത്യയിൽ ചരിത്രത്തിൽ വ്യക്തമായ തെളിവുകൾ ഉള്ളതാണ്. അതിനകത്ത് ഇനി താങ്കൾ ഇപ്പോൾ പെട്ടെന്ന് വന്നിട്ട് അത് പറഞ്ഞ് ആൾക്കാരെ വിശ്വസിപ്പിക്കാമെന്നും കരുതണ്ട. എന്തായാലും ശരി, ഓക്കെ, താങ്കളുടെ ആഗ്രഹം അങ്ങനെ. പക്ഷേ തീവ്രവാദികളെന്ന് ഇന്ത്യയിലെ സമരം ചെയ്യുന്ന ചെറുപ്പക്കാരെ വിളിച്ചാൽ അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. അത് വളരെ കൃത്യമായി തന്നെ കേന്ദ്ര സർക്കാർ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അവിടെ ആരും തീവ്രവാദികൾ സമരം ചെയ്തതായി. ശ്രീ സന്തോഷാണ് കോട്ടയത്ത് നിന്ന്. ശ്രീ സന്തോഷ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? പഞ്ചാബിൽ 9 പേര് ആം ആദ്മി പാർട്ടി പിടിച്ച് അകത്തിട്ടിട്ടുണ്ട്. അതാരാന്ന് പറയാമോ? മുല്ലപ്പൂ കച്ചവടത്തിന് പോയ ആളല്ല. താങ്കൾക്കൊന്ന് പറയാമോ ആരാണ്? എനിക്ക് മനസ്സിലായില്ല. പഞ്ചാബില് ആം ആദ്മി പാർട്ടി ഭരിക്കുന്നിടത്ത് പോലീസ് പിടിച്ച 9 എണ്ണത്തിനെ അകത്തിട്ടുണ്ട്. അത് എന്നത്തിന് പോയതാ? എനിക്കറിയില്ല. തനിക്കറിയത്തില്ല. തനിക്ക് അമ്പാനിയുടെ കാലിലും ഇതൊന്നും അറിയത്തില്ല. അമ്പാനിയുടെ കാലും തനിക്കൊന്നും അറിയത്തില്ല. ചുമ്മാ താനൊക്കെ പറയുന്നത് മാത്രം ഇവിടെ നല്ലത് വലിയ കാര്യങ്ങളാണ്. ബാക്കിയുള്ളവരെല്ലാം പറയുന്നത് പൊട്ടന്മാര് കടിയുണ്ട്. താൻ തുമ്പ പറയുന്നത് കേട്ടോ ഒരു പാർട്ടിയോട് കടിക്ക് അങ്ങനെ നിങ്ങൾക്ക് കടി കയറുമെന്ന്. ഇത് ഒരു ചാനലിന്റെ അവതാരം പറയാൻ പറഞ്ഞ ഭാഷയാണ്. അങ്ങനെയല്ലല്ലോ ഞാൻ പറഞ്ഞത്. അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു. ചിലത് കാണുമ്പോൾ ചൊറിച്ചിൽ വരുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചൊറിച്ചിൽ വരുന്നത് താങ്കൾക്കാണ് എന്നുള്ള കാര്യം കൃത്യമായി പറഞ്ഞു. അത് ഞാൻ പറഞ്ഞതാണ്. അതിന് സംശയം ഒരു ചാനലിന്റെ അവതാരം ഇതുപോലെ ചൊറിച്ചിൽ എന്നുള്ള വാക്ക് എന്തോ വല്ല തെറിവാക്കുമല്ലോ. ബിജെപി വിരോധം വായിക്കും. അതൊന്നും കുഴപ്പമില്ല. അതൊക്കെ ന്യായമായ കാര്യമാണ്. ആ അമ്പാനിയെ തന്റെ വീട്ടിൽ റെയ്ഡ് 3-4 പ്രാവശ്യം റെയ്ഡ് നടത്തിയെന്നല്ലേ ഈ തിരുമാതം കിടന്ന് കഴിക്കുന്ന കാര്യം. ഇനി നടത്തും. ഇനി അതിനകത്ത് ഞങ്ങളുടെ ഒരു മന്ത്രി രാജി വെച്ചെന്ന് പറഞ്ഞ് എനിക്കൊന്നും മനസ്സിലായില്ല താങ്കൾ പറഞ്ഞത് എന്താണത്. എന്താണ് തെളിച്ച് പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും പറയാം. അംബാനിയുടെ വീട്ടിൽ 3-4 പ്രാവശ്യം റെയ്ഡ് നടത്തി ഫൈൻ അടിച്ചാലാണ് ഇത്ര കഴപ്പ് കൊള്ളുക. ഇതൊന്നും ഇനി നടക്കുക. ഇനിയും ഉണ്ടാവും. ശരി, എന്തായാലും ഇന്ത്യയിൽ മുകേഷ് അംബാനിക്ക് അങ്ങനെയുള്ള ഈ ആഗ്രഹം ഒന്നും ചെയ്യേണ്ട കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ അറിവിൽ എന്തായാലും അങ്ങനെയൊന്നും ഇല്ല. എന്തായാലും താങ്കൾക്ക് എനിക്ക് അതിലൊന്നും അഭിപ്രായം പറയാനുമില്ല. ബാലിശമായ ഇത്തരം
വാദങ്ങളോട് എനിക്ക് പ്രതികരിക്കാനും ഇല്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. മാന്യമായിട്ട് ചർച്ച നടത്തും. ഇവിടെ എല്ലാ അവതാരകന്മാരും എല്ലാ ചാനലും ഉണ്ട്. ഡീസെന്റായിട്ട് ചർച്ച നടത്താം. ആർക്കും നിഷ്പക്ഷമായിട്ടുണ്ട്. കോൺഗ്രസ്സുകാരാണെന്ന് പറയും ഇങ്ങനെ ഒരു തലേന്ന് ഞങ്ങൾ വെറുതെ ഒരു മന്ത്രി രാജിവെച്ച് പറഞ്ഞു ഞങ്ങൾക്ക് ഒരു ചുക്കും സംഭവിക്കായില്ല കേട്ടോ. അടുത്ത ഇലക്ഷന് കാണാം. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം അങ്ങനെ എന്തായാലും കൊള്ളാം. സാധാരണ രീതിയിലൊക്കെ ആളുകൾ തിരിച്ചായിരുന്നു ഇതുവരെ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരാൾ ഇങ്ങനെ ഒരു അഭിപ്രായം പറയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ശരി, ശ്രീ അനിയൻകുട്ടനാണ് പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീ അനിയൻകുട്ടൻ, ഈ ജൻസി സമരം വിജയിച്ചതോടുകൂടി ഇന്ത്യയിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ, അതിന് ഏത് പാർട്ടി ആയിക്കോട്ടെ, എല്ലാവരും ഇന്നിപ്പോൾ താങ്കളുടെ പാർട്ടിയെ വെച്ച് കഴിഞ്ഞാൽ ശശി തരൂർ തന്നെ ഇന്ന് പറഞ്ഞു കോൺഗ്രസ് അടക്കമുള്ള മുഖ്യധാര പാർട്ടികൾ തിരുത്തേണ്ട സമയമായി. രാജ്യത്തെ ചെറുപ്പക്കാരുടെ ആശയങ്ങൾ പ്രതിഫലിപ്പിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഈ പാർട്ടികൾ മാറണം, അല്ലെങ്കിൽ ഈ പാർട്ടികളൊക്കെ അപ്രസക്തമാകും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വളരെ വാലിഡായ പോയിന്റായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പാർട്ടികൾ അങ്ങനെ മുഖ്യധാര പാർട്ടികളൊക്കെ ഒരു മാറേണ്ട ഘട്ടം ആയോ? സാറേ നമസ്കാരം. നമസ്കാരം. ശശി തരൂർ പറഞ്ഞ കാര്യം വ്യക്തമല്ലേ? അദ്ദേഹം പറയുന്ന കാര്യം എന്താ? ഇദ്ദേഹത്തെ ഒരു കോൺഗ്രസ് പാർട്ടിയിലായതുകൊണ്ടല്ലേ അദ്ദേഹത്തിന് അത്രയും തുറന്നു പറയാനുള്ള അവസരമുള്ളൂ. മറ്റേ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി നടക്കുമോ? ശശി തരൂർ പറഞ്ഞ കറക്റ്റ് കാര്യമാണ്. ആ പാർട്ടി ഇതുപോലുള്ള കാര്യങ്ങൾ തുറന്നു പറയാനും അതേപ്പറ്റി ചർച്ച ചെയ്യാനും ഇവിടുത്തെ ജൻസികളോടൊപ്പം നിൽക്കാനും കുട്ടികളോടൊപ്പം നിൽക്കാനും രാജ്യത്തിനൊപ്പം നിൽക്കാനും ഭരണഘടന ഉയർത്തിപ്പിടിച്ചാലും മുന്നോട്ട് പോകാൻ അത് ഏറ്റവും വലിയ പിന്നെ നമുക്ക് സമൂഹത്തിൽ ചർച്ചയാവും, രാജ്യത്ത് ചർച്ചയാവും. പിന്നെ ജൻസികളുടെ സമരം അത് വിജയമല്ലെന്നൊക്കെയാ പിന്നെ അതിനകത്ത് മൊത്തം 70% തീവ്രവാദികളാണ് പറഞ്ഞ അവരെ ചെയ്യുക. ഇപ്പം തന്നെ നമ്മുടെ പാർലമെന്റ് നടക്കുന്ന സംഭവം കണ്ടോ? പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും വന്ന് പാർലമെന്റ് വന്ന് വിളിച്ചിരിക്കുക. ഇങ്ങോട്ട് അതിനൊരു മറുപടി പറയാൻ പോലും കപ്പാസിറ്റി ഇല്ലാതാണ് ഈ രാജ്യത്ത് കുട്ടികളെയൊക്കെ ഇങ്ങനെ പിന്നെ തീവ്രവാദികളാണെന്നൊക്കെ പറഞ്ഞാൽ ആശ്രയിക്കുന്ന പറഞ്ഞാൽ ഇവർക്ക് നല്ലതാണ് ഇത്. ഇവര് വലിയ പുള്ളികളാണ്. 12 വർഷം ഭരിക്കാൻ കയറിയപ്പോൾ കുട്ടികളെല്ലാം രാജ്യത്തുള്ളവരെല്ലാം തീവ്രവാദികളായിട്ടും വിളിച്ച് അവരെ അടിച്ചൊതുക്കുക, കൊല്ലാൻ തുടങ്ങുക, വെടിവെച്ച് കൊല്ലാൻ തുടങ്ങുക. ഇതൊന്നും ഇവർക്ക് പിള്ളേ മേടിച്ചിരിക്കുക. അടുത്ത പ്രാവശ്യം കണ്ട് ഇപ്പൊ 2-3 വടികളല്ലേ നിൽക്കുന്നേ. അടുത്ത ഈ 2-3 വടിയും കാണിയല്ല ഷൂ. ഇതാ ബിജെപിക്കാർക്ക് നിങ്ങൾക്ക് ഇനി പഠിക്കാൻ പോകുന്നത്. പ്രതികരണമാണ്. ശ്രീ സന്തോഷാണ് കോട്ടയത്ത് നിന്ന്. ശ്രീ സന്തോഷ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇന്ത്യയിലെ മുഖ്യധാര പാർട്ടികൾ അടിമുടി മാറേണ്ട ഒരു ഘട്ടത്തിലാണോ നിൽക്കുന്നത്? സന്തോഷ് കാസർഗോഡ് നിന്നാണ്. ശ്രീ സന്തോഷ് പറഞ്ഞോളൂ. സാർ, ഈ ഇപ്പോഴും വിളിച്ച പ്രേക്ഷകരൊക്കെ പറയുന്നത് കേട്ടു തീവ്രവാദികളാണ് അവിടെ സമരം നടത്തിയെന്ന്. എങ്കിൽ ഈ ഗവൺമെന്റിന് ഭരിക്കാനുള്ള യാതൊരു അധികാരവും ഇനി ഇന്ത്യയിലില്ല. തീവ്രവാദികൾക്ക് മുമ്പിൽ കീഴടങ്ങുന്ന ഒരു ഭരണകർത്താക്കളാണ് ഇന്ത്യ ഭരിക്കുന്നത്. പിന്നെ നമ്മൾ എന്തിനാ ജീവിച്ചിരിക്കുന്നത് ഇവിടെ? തീവ്രവാദികൾക്ക് മുമ്പിൽ കീഴടങ്ങുന്ന ഒരു സർക്കാരാണോ BJP? അത്രയ്ക്കേ ഉള്ളോ? എന്ത് പോഷത്താണ് ഇവർക്ക് പറയുന്നത് അറിയില്ല. തീവ്രവാദികളുണ്ടെന്ന് ഈ കേന്ദ്ര ഗവൺമെന്റ് ആരെങ്കിലും പറഞ്ഞോ? വെള്ളം കേരളത്തിൽ മൊത്തം മുങ്ങി, എന്നിട്ടും വർഗീയത തീരുന്നില്ല വിളിക്കുന്ന പ്രേക്ഷകർക്ക്. രക്ഷപ്പെടാൻ ഒരു കച്ചിത്തുരുമ്പ് കയറി ഇറക്കുമ്പം വർഗീയതയ്ക്ക് യാതൊരു കുഴപ്പമില്ല. അപ്പൊ സാറ് പറഞ്ഞത് പാർട്ടികൾ മാറേണ്ട സമയം കഴിഞ്ഞു, നിഷ്പക്ഷമായിട്ട് മാറണം. ഈ പാർട്ടികൾക്കൊന്നും നിഷ്പക്ഷതയില്ലല്ലോ. ഇവർക്കെല്ലാം സെറ്റിൽമെന്റിലുള്ള സമരങ്ങൾ മാത്രമേ ഉള്ളൂ. BJPക്ക് ആ ഒരു ചെയ്യേണ്ട അവസ്ഥ വന്നില്ല. അതുകൊണ്ടാണ് ആ സമരം വിജയിച്ചത്. ഇവര് തീവ്രവാദികൾ നടത്തുന്ന സമരമാണ്. ഒരു മന്ത്രി എന്തിനാണ് രാജിവെച്ചത്? ഒരു തീവ്രവാദിക്ക് മുമ്പിൽ കീഴടങ്ങേണ്ടതാണ് ഇന്ത്യ എന്ന മഹാരാജ്യം. ഈ രാജ്യത്തെക്കുറിച്ച് വാനോളം പുകഴ്ത്തുന്ന പ്രേക്ഷകരൊക്കെ ഉണ്ടല്ലോ. ഇതിൽ തീവ്രവാദികൾ മുമ്പ് കീഴടങ്ങേണ്ടതാണോ ഇന്ത്യയിലെ ജനങ്ങളും ഇന്ത്യൻ ഭരണകർത്താക്കളും? ആദ്യത്തെ തീവ്രവാദി എന്ന് നാഥുറാം ഗോഡ്സെയാണ് ഗാന്ധിജിയെ കൊന്നെ. അവരെ പുകഴ്ത്തുന്നവരല്ല ഇവര്, അല്ലെ? മഹാത്മാഗാന്ധിജിനെ കൊന്ന ഗോഡ്സെയെ പുകഴ്ത്തുന്ന ഇവരെ കടന്ന് ഈ തീവ്രവാദവും ഇന്ത്യയിലെ ജൻസികളെയും തീവ്രവാദികളെന്ന് വിളിക്കുന്നത്. അവരെ ആരാധിക്കുന്നത് ഗോഡ്സെനെ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.